ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, കേരളം കാത്തിരിക്കുന്നത് കേരളത്തിന്റെ കണ്ണുകൾ രണ്ട് കോണുകളിലേക്കാണ്. ഒന്ന് തെക്കൻ കേരളത്തിലേക്കും ഒന്ന് വടക്കൻ കേരളത്തിലേക്കും. ഒന്ന് പൊളിറ്റിക്കലി നോക്കുമ്പോൾ അവിടെ അൻവറിന്റെ സമ്മേളനം നടക്കുന്നു. രണ്ട് ADGPയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേരളം ഇന്ന് കാക്കുകയാണ്. ആ ADGP റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ DGP ആ റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം തന്നെ നൽകി. ഇന്നിപ്പോൾ നിർണായക യോഗം ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ DGPയുടെ സാന്നിധ്യമുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി സാന്നിധ്യമുണ്ട്, ഹോം സെക്രട്ടറിയും എത്തിയെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇന്നൊരു ഉത്തരമുണ്ടാകുമോ? ആ ഉത്തരം ഈ പറഞ്ഞതുപോലെ CPIക്കും കേരളത്തിനുമൊക്കെ തൃപ്തികരമായ രീതിയിലേക്ക് ഉള്ള ഒരു ഉത്തരമാകുമോ ശ്രീ ജയശങ്കർ? ശ്രീ അജിത് കുമാറിനെ ഒരു പക്ഷേ ഇന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും. ഒപ്പം അദ്ദേഹത്തിന് ഒട്ടും അപ്രധാനമല്ലാത്ത ഒരു പദവി, ഒരു കസേര കൊടുക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അജിത് കുമാർ ഇതുവരെ മുഖ്യമന്ത്രിയുടെ കണ്ണും കാതും കയ്യും കാലുമായിട്ട് പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ കറിവേപ്പില പോലെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. പല നേതാക്കന്മാരും അങ്ങനെയാണ് ചെയ്യാറ് എങ്കിൽ പോലും അജിത് കുമാറിനെ ഇത്രയും ദിവസം സംരക്ഷിച്ച് നിർത്തിയത് തന്നെ അദ്ദേഹത്തിന് മാന്യമായ ഒരു ഒഴിവാക്കൽ നൽകാൻ വേണ്ടിയതാണ്. ഇപ്പൊ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടപ്പോഴോ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടപ്പോഴോ അൻവർ ആവശ്യപ്പെട്ടപ്പോൾ പോലുമോ അദ്ദേഹത്തെ ഉടനടി നീക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല. കാരണം ഇത്ര നാൾ വിശ്വസനായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥന് അയാൾ എത്ര കൊള്ളരുതാത്തവനാണെങ്കിൽ പോലും അയാൾ കാരണം സർക്കാരിന് എന്തൊക്കെ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചു എങ്കിൽ പോലും സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാറ്റാനായിട്ട് ഇത്ര അധികം സമയത്ത് വേണം. അതിന്റെ ആവശ്യമില്ല. ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഏതായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തൽക്കാലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നു എന്ന രീതിയിൽ ഉള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നു. റിപ്പോർട്ടിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അജിത് കുമാറിനെ ആ സ്ഥാനത്ത് ഇരുത്താൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷം വളരെ ശക്തമായി നിൽക്കുന്നു, മാധ്യമങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു, വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ പുറമെ ഘടകകക്ഷികൾ തന്നെ ഇയാളെ മാറ്റണം എന്ന വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അത് മുന്നണി യോഗത്തിൽ പറയുന്നു, പുറത്ത് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു. ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ആ DGP ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ADGP വീഴ്ച പറ്റി എന്നൊരു പരാമർശം ഒരുപക്ഷെ ഒരു ശുപാർശയിലേക്ക് പോയിരിക്കില്ല, നമുക്കറിയാമല്ലോ. കാരണം ഇതൊരു നയപരമായ പ്രശ്നത്തിന്റെ കൂടി അടിസ്ഥാനമാണ്. അപ്പോൾ കൂടി ADGPയെ ആ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് ആ ചർച്ചകൾക്ക് അവിടെ ഒരു പൂർണ്ണ വിരാമമാകുന്നുണ്ടോ? കാരണം അനുബന്ധ ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയമായി ഈ മുഖ്യമന്ത്രിക്ക് നേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കൂടി ഉയർന്നതാണല്ലോ. അതുകൊണ്ടുകൂടി അല്ല, സ്വാഭാവികമായിട്ട് ആ ചോദ്യങ്ങൾ അവിടെ തന്നെ അവിടെ അവശേഷിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. വിഷയം ഇവിടെ അവസാനിക്കുകയില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഘടകകക്ഷികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് RSS നേതാക്കളെ കണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തെ ഒഴിവാക്കുന്നതുകൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ.